ഹലോ, ഇന്ന് നമ്മൾ പാവയ്ക്ക കൊണ്ട് ഒരു അടിപൊളി തീയൽ ഉണ്ടാക്കാനായിട്ട് പോവുകയാണ്. രണ്ട് പാവയ്ക്ക ഞാൻ എടുത്ത് വെള്ളത്തിൽ ഉപ്പൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ തീയൽ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് തേങ്ങ വറുക്കുന്നതിന് വേണ്ടിയിട്ട് പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് ചൂടായപ്പോൾ അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി തേങ്ങ നന്നായിട്ട് മൂക്കുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. തേങ്ങ പകുതി മൂത്തിട്ടുണ്ട്. ഈ സമയം കൊണ്ട് നമുക്ക് തീയലിനാവശ്യമുള്ള സവാള അരിഞ്ഞെടുക്കാം. ചെറിയ ചെറിയ ചതുര കഷ്ണങ്ങളാക്കിയിട്ടാണ് സവാള ഞാൻ അരിഞ്ഞെടുക്കുന്നത്. 3 സവാള എടുത്തിട്ടുണ്ട്. ഒരുപാട് വലിയ സവാളയല്ല, ഇടത്തരം സവാളയാണ്, അതുകൊണ്ടാണ് 3 എടുത്തത്. വലുതാണെങ്കിൽ 2 ഒക്കെ എടുത്താൽ മതി. സവാളയൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ തേങ്ങ ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയുള്ളിയൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ കുറച്ച് തേങ്ങാക്കൊത്ത് കൂടി ചേർക്കുന്നുണ്ട്. അപ്പോഴാണ് അതിനൊരു നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അങ്ങനെ നമ്മുടെ തേങ്ങയൊക്കെ വറുത്തെടുത്തിട്ടുണ്ട്. തേങ്ങ കുറച്ചധികം ആയിട്ടുണ്ട്. അത് കാരണം സ്റ്റൗവിൽ നിന്ന് മാറ്റി വെച്ചതിന് ശേഷമാണ് പൊടികളൊക്കെ ഇട്ട് കൊടുക്കുന്നത്. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, മല്ലിപ്പൊടി ചേർത്തു. ഇനി മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് ഇതിൻ്റെ എല്ലാം പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കുന്നുണ്ട്. തേങ്ങയുടെ ചൂട് കൊണ്ട് തന്നെ പൊടി കൂടി ഒന്ന് മൂത്ത് കിട്ടിക്കോളും. ഇനി നമ്മൾ തണുക്കുന്നത് വരെ അങ്ങ് മാറ്റി വെക്കുകയാണ്. നമ്മൾ പാവയ്ക്ക ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു പാവയ്ക്ക മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. 2 എടുത്തെങ്കിലും ഒന്നങ്ങ് മാറ്റി വെച്ചു. ഇനി നമ്മൾ ഒരു മൺചട്ടി സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. തീയലുണ്ടാക്കാൻ എപ്പോഴും മൺചട്ടിയാണ് കൂടുതൽ നല്ലത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള തീയലുണ്ടാക്കാൻ പറ്റും. വെളിച്ചെണ്ണ ചൂടായപ്പോൾ അതിലേക്ക് കടുകും കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് തേങ്ങാക്കൊത്തങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്ന സവാള കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. സവാള ഇട്ട് കൊടുത്ത് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് പെട്ടെന്ന് വഴന്ന് കിട്ടുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാള നന്നായിട്ട് വഴന്ന് കിട്ടുമൊന്നും വേണ്ട. ഇതിൻ്റെ ഇടയിൽ നമ്മൾ നമ്മുടെ തേങ്ങ വറുത്തത് അങ്ങ് അരച്ചെടുക്കാനായിട്ട് പോവുകയാണ്. മിക്സിയുടെ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് വെള്ളം കൂടി ആ പാൻ കഴുകി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ പാവയ്ക്ക ഉള്ളിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. സവാള ഒരു പകുതി വഴന്ന് വരുമ്പോഴത്തേക്ക് നമുക്ക് പാവയ്ക്ക ഇട്ട് കൊടുക്കാം. പാവയ്ക്ക നന്നായിട്ടൊന്ന് വഴന്ന് വെന്ത് കിട്ടുന്നവരെ നമുക്ക് ഇളക്കിയിട്ട് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കണം. ഒന്ന് തട്ടിപ്പൊത്തി വെച്ചിട്ട് നമ്മൾ അടച്ചു കൊടുക്കുകയാണ്. നല്ലതായിട്ട് അതിലിരുന്ന് വഴന്ന് കിട്ടും. കൂട്ടത്തിൽ നന്നായിട്ട് വെന്ത് കിട്ടും. ഇടയ്ക്ക് നമ്മൾ അടപ്പ് മാറ്റിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. നല്ല ആവിയൊക്കെ കയറിയിട്ടുണ്ട്. ഇനി ഒന്നുകൂടെ ഇളക്കി വീണ്ടും നമ്മളിത് അങ്ങ് അടച്ചു വെക്കും. വീണ്ടും നമ്മൾ തുറന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. തിളപ്പിച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമ്മൾ നല്ലതായിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മളിതങ്ങ് അടച്ച് വെച്ച് കൊടുക്കും. അത് അവിടെ നിന്ന് നന്നായിട്ട് വെന്ത് വരുന്നവരെ അടച്ചു വെക്കാം. നന്നായിട്ട് തിളച്ചൊക്കെ വന്നിട്ടുണ്ട്. ചെറുതായിട്ട് വേവാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നല്ല വേവായിട്ടില്ല.
നമുക്കൊന്നുകൂടി അടച്ച് വെച്ച് കൊടുക്കാം. നമ്മുടെ അരപ്പൊക്കെ അരച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടപ്പ് തുറന്നിട്ട് ഈ അരപ്പ് ഒഴിച്ചു കൊടുക്കാം. മിക്സിയുടെ ജാറ് കഴുകി നമുക്ക് കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അരപ്പിൻ്റെ തിക്നെസ് അനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമുക്ക് കൂടുതൽ ചാറ് വേണമെങ്കിൽ അതനുസരിച്ച് തേങ്ങയൊക്കെ ഇട്ട് വറുത്ത് അരയ്ക്കണം. അപ്പം നമ്മൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു, കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇത് നന്നായിട്ട് ഒന്ന് തിളച്ച് വരാനായിട്ട് അടച്ച് വെച്ച് കൊടുക്കാം. പാവയ്ക്കയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി പിഴിഞ്ഞ് ചേർക്കണം. പുളി പിഴിഞ്ഞ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളക്കട്ടെ, അടച്ച് വെക്കാം. നമ്മുടെ പാവയ്ക്കാത്തീയിലൊക്കെ തിളച്ച് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി എല്ലാവരും പാവയ്ക്കാത്തീയിൽ ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും തീയലൊക്കെ ഉണ്ടാക്കാൻ അറിയാമെന്നറിയാം. ഈ രീതിയിൽ ഉണ്ടാക്കിയിട്ടില്ലാത്തവർ ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കുമ്പോൾ കഴിവതും മൺചട്ടി തന്നെ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. താങ്ക് യു.